വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി കുറച്ച് സമയം മുമ്പ് നമ്മുടേക്ക് എത്തിയിരുന്നു. അതായത് ഷൈൻ ടോം ചാക്കോ ഹാജരായി, ശ്രീനാഥ് ഭാസിയും ഇപ്പോൾ അവിടെ ഹാജരായിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും രണ്ട് വളരെ പ്രധാനപ്പെട്ട ചലച്ചിത്ര താരങ്ങൾ ലഹരി കേസുമായി ബന്ധപ്പെട്ട് എക്സൈസിന്റെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഇന്ന് ഈ സമയത്തെ ഏറ്റവും വലിയ വാർത്തകളിലൊന്നായി നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ആലപ്പുഴയിൽ എക്സൈസ് സംഘത്തിന്റെ ചോദ്യങ്ങളുടെ മുൻപിലേക്ക് എത്തുകയാണ്. എന്താണ് ഈ ലഹരി കച്ചവടക്കാരുമായി ഇവർക്കുള്ള ബന്ധം? ഏതൊക്കെ തരത്തിലുള്ള ഇടപാടുകളാണ് ഇവരുമായി നടത്തിയിരിക്കുന്നത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് കിട്ടേണ്ടതുണ്ട്. മാധ്യമപ്രവർത്തകർ അവരോട് സംസാരിക്കാൻ ശ്രമിച്ചു, പക്ഷേ മറുപടി നൽകിയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ശ്രീനാഥ് ഭാസി കയറിപ്പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അല്പസമയം മുമ്പാണ് നേരത്തെ ഈ ഷൈൻ ടോം ചാക്കോയും അവിടെ എത്തിയിരുന്നത്. ഏതായാലും ഷാജഹാൻ കൂടി ചേരുകയാണ്. ഷാജി, ശ്രീനാഥ് ഭാസി എന്തോ സംസാരിച്ചിരുന്നു, എന്താണ് പറഞ്ഞത്? മനു, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ ലഹരി വിമോചന കേന്ദ്രത്തിലെ ചികിത്സയിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ മടങ്ങി പോകേണ്ടതായിട്ടുണ്ട്. ഇത്തരം ചോദ്യം ചെയ്യലിന് ഒരുപാട് സമയം തനിക്ക് ചിലവഴിക്കാനില്ല, ബാംഗ്ലൂരിൽ നിന്ന് എത്തിയതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്, മാധ്യമങ്ങളോട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ അത് പോകുന്ന വേളയിലായിരുന്നു. പക്ഷേ ശ്രീനാഥ് ഭാസി പറഞ്ഞതാകട്ടെ തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനോട് വ്യക്തമാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ സൗമ്യ, ഇതുമായി ബന്ധപ്പെട്ട് ഇടനിലക്കാരി, സിനിമാ മേഖലയിലെ ഇടനിലക്കാരി എന്ന് പറയുന്നൊരു മോഡൽ സൗമ്യ കൂടി അല്പസമയത്തിനകം എത്തിച്ചേരും. മറ്റ് രണ്ടുപേരും, ജിൻഡോയും അതോടൊപ്പം തന്നെ മറ്റൊരു സഹസംവിധായകനും ഒക്കെ തന്നെ നാളേക്കാണ് അവർ രണ്ടുപേരും എത്തുക. ഈ മൂന്ന് പേരെയുമാണ് ഇന്ന് ചോദ്യം ചെയ്യുന്നത്. അവരെ ഇപ്പോൾ മൂന്ന് പേരും മുകളിൽ എത്തിയിട്ടുണ്ട്. എക്സൈസ് ജോയിൻ്റ് അസിസ്റ്റന്റ് കമ്മീഷണർ അദ്ദേഹമാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. അദ്ദേഹം 9 മണിയോടുകൂടിയാണ് എത്തിച്ചേർന്നത്. പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ടാണ് ഈ മൂന്ന് പേരെയും ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ കസ്റ്റഡിയിലെടുത്ത പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഏതാണ്ട് ഒരു 10-15 മിനിറ്റിനുള്ളിൽ ചോദ്യം ചെയ്യൽ ആരംഭിക്കും. ചോദ്യം ചെയ്യൽ എപ്പോൾ അവസാനിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാര്യം നിരവധി ചോദ്യങ്ങളാണ് എക്സൈസിൻ്റെ മുന്നിലുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലെ ഒട്ടനവധി ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ പ്രധാന ഇടനിലക്കാരെ തന്നെയാണോ തങ്ങൾ പിടികൂടിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി എക്സൈസിന് അറിയേണ്ടതുണ്ട്. എന്തായാലും തസ്ലീമയും അതോടൊപ്പം തന്നെ സുൽത്താനും ഒക്കെ തന്നെ അതിലൊരു പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ ഷാജി പറഞ്ഞത് എനിക്കൊരു ആശ്വാസപരമായ ഒരു വാർത്തയെ തോന്നുന്നു. അയാൾ ലഹരി വിമോചന കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു എന്നത്. ഒരുപക്ഷെ ഒരു തിരിച്ചറിവ് വന്ന് ആ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ നല്ലത്. ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരാനൊരു ശ്രമം അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഈ ആരോപണങ്ങൾക്കൊപ്പം അതുകൂടി പറയണം. ആ മനുഷ്യന് അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്. പക്ഷേ എനിക്ക് ചോദ്യം ചെയ്യാൻ അധികം നേരം ഇരിക്കാൻ സമയമില്ല, തിരികെ പോകേണ്ടതുണ്ട് എന്നൊന്നും പറഞ്ഞാൽ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശ്രീനാഥ് ഭാസിയോ ഷൈൻ ടോം ചാക്കോയോ ഒന്നും അല്ലല്ലോ തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും മനു, അത് തന്നെയാണ് ഞാനും പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിൻ്റെ നിയമപരമായിട്ടുള്ള ഒരു അഭിഭാഷകനും അദ്ദേഹത്തോടൊപ്പമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിയമപരമായിട്ടുള്ളൊരു ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരമൊരു കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളതെന്നും കൂടി പറയുന്നുണ്ട്. കാര്യം ഈ കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ചില കാര്യങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ ഈ ലഹരിക്ക് അടിമപ്പെട്ട ഒരാൾ, അത്ര ചികിത്സയിലിരിക്കുന്ന ഒരാളെ കൂടുതൽ സമയം ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിയമ ഉപദേശം അഭിഭാഷകൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് കൂടിയാവാം അദ്ദേഹം ഇങ്ങനെ വ്യക്തമാക്കിയത്. എന്തായാലും എക്സൈസ് അതൊന്നും തന്നെ മുഖവിലക്കെടുക്കുന്നില്ല. എക്സൈസ് ഇവരെ വളരെ കൃത്യമായിട്ട് തങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കും. ഏതാണ്ട് 9 മണിയോടുകൂടി ചോദ്യം ചെയ്യൽ ആരംഭിക്കും. എഴുതി തയ്യാറാക്കിയ പ്രത്യേക ചോദ്യങ്ങളാണ്. കാര്യം നേരത്തെ ഈ മൂന്ന് പേരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കൃത്യമായ വിവരങ്ങൾ ഇവരിൽ നിന്നും വ്യക്തമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇവർ ഇതിൻ്റെയും കണ്ണികളാണോ, അല്ലെങ്കിൽ ഇവർ ഇതിൻ്റെ ഉപയോഗിക്കുന്നവർ മാത്രമാണോ, ഇത്തരം കാര്യങ്ങൾ ആണ് എക്സൈസിന് പ്രധാനമായിട്ട് അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് മുൻപ് വന്നിട്ടുണ്ടോ, ഇനി വരാനുണ്ടോ, ഇത് എവിടെ നിന്ന് വരുന്നു, ഇത്തരം ഒട്ടനവധി ചോദ്യങ്ങൾ എക്സൈസിന് മുന്നിൽ അവശേഷിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യലോടുകൂടി മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ശരി, നോക്കാം. ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എക്സൈസ് ചോദ്യം ചെയ്യുന്നു, ചോദ്യം ചെയ്യലിൽ ഹാജരായിരിക്കുന്നു. അതിൽ എനിക്ക് ഈ ശ്രീനാഥ് ഭാസി പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നി. അയാളിപ്പോൾ ബംഗളൂരുവിൽ ലഹരി വിമോചന കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്ന അതാരോ ആത്മാർത്ഥമായ ശ്രമമാണെങ്കിൽ അതിന് നമ്മൾ പിന്തുണ കൊടുക്കേണ്ടതാണ്. കാരണം ഒരു മനുഷ്യൻ അയാളുടെ ലഹരി അടിമത്തത്തിൽ നിന്ന് മോചിതനാകാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ മോചിതനായി തിരികെ വരട്ടെ, ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കി, ഇതിൻ്റെ മോശം സാഹചര്യങ്ങൾ മനസ്സിലാക്കി തിരികെ വരികയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. നമുക്ക് ശ്രീനാഥ് ഭാസി പറഞ്ഞ കാര്യങ്ങളൊന്ന് കേൾക്കാം, അതിനുശേഷം മറ്റു വാർത്തകളിലേക്ക് കൂടി പോകാം. നിങ്ങളോട് ഹൈബ്രിഡ് വേണമെന്ന് പറഞ്ഞു സാർമാരോട് സംസാരിക്കണം പ്ലീസ്. ഇതെന്താ നിങ്ങളെ പ്ലീസ് പ്ലീസ് മാറും 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 മാറും
അപ്പോൾ ആ രീതിയിൽ അങ്ങനെ പറഞ്ഞ് അദ്ദേഹം കടന്നു പോവുകയായിരുന്നു. തന്റെ മുന്നിൽ വന്ന് പ്രതികരണം എടുക്കാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരോട് നിങ്ങൾ എന്താണ് കാണിക്കുന്നത്, മാറി നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുക തന്നെയായിരുന്നു. ആരുടെയും വഴി തടസ്സപ്പെടുത്തി പ്രതികരണം എടുക്കാനൊന്നും അവകാശം ആർക്കുമില്ല എന്നതും അതിൽ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം എത്തി ചോദ്യം ചെയ്യലിലേക്ക് പോകുന്നു. കാര്യങ്ങൾ എക്സൈസിനോട് സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. നോക്കാം എന്തൊക്കെ തരത്തിലാണ് അദ്ദേഹം സംസാരിക്കാൻ പോകുന്നത്, എക്സൈസ് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഏതായാലും ഈ പറയുന്നത് പോലെ ലഹരി വിമുക്തിക്ക് ചികിത്സ തേടുന്നുണ്ടെങ്കിൽ അതും നല്ലത് തന്നെ. അത്തരത്തിലുള്ള ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ്. ആളുകളെ തെരഞ്ഞുപിടിച്ച് ഒറ്റപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് അവരെ ഇതിൽ നിന്ന് മടക്കിക്കൊണ്ടുവരിക എന്നൊരു ഉത്തരവാദിത്വം കൂടി സമൂഹത്തിനുണ്ട്. അതിനുള്ള ഇടപെടലുകൾ കൂടി നടക്കട്ടെ.